ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്സ് എന്ന ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതായിരിക്കും തേർഡ് മോഡ്യൂൾ, ഇപ്പൊ ലാസ്റ്റ് ടോപ്പിക്കിലാണ് വിശ്വാസം. മൊഡ്യൂൾ 3 പാർട്ട് 1 ആയിട്ടുള്ള കൺഫ്യൂഷൻ മെട്രിക്സ്, അതേപോലെ തന്നെ ROCs ക്രോസ് വാലിഡേഷൻ എടുത്തു. അതേപോലെ തന്നെ തേർഡ് മോഡ്യൂളിലെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ, മൾട്ടി ലെയർ പെർസെപ്ട്രോൺ, BNN, അതേപോലെ തന്നെ ആക്ടിവേഷൻ ഫങ്ഷൻസ്. ലാസ്റ്റ് ടോപ്പിക്കാണ് ഒരു മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ടോപ്പിക്കും. സോ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതായത് MLP നമ്മൾ പറയുന്നത്, ഇസ് എ നെറ്റ്വർക്ക് വിത്ത് വൺ ഓർ മോർ ഹിഡൻ ലെയേഴ്സ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലെയർ. അതായത് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെയറിന്റെ ഇടയിൽ വൺ ഓർ മോർ ഹിഡൻ ലെയേഴ്സ് വെച്ചിട്ടുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് എന്ത് പറയുന്നത്, MLP എന്ന് പറയുന്നത്. So each neuron in one layer connects to all neurons in the next layer. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓരോ ലെയറിലുള്ള ന്യൂറോൺസും അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ന്യൂറോൺസിനായിട്ട്, അതായത് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ലെയേഴ്സ് ഉള്ള ന്യൂറോൺസിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്കൊരു ഫിഗർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. സോ ഇൻഫോർമേഷൻ ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, അതായത് ഫ്രം ഇൻപുട്ട് ടു ഹിഡൻ ലെയർ ടു ഔട്ട്പുട്ട് ലെയർ. അങ്ങനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുക. Hence called a feed forward network. Feed forward network എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻപുട്ട് ലെയറിൽ ഇൻപുട്ട് കൊടുക്കും, അതേപോലെ തന്നെ ആ ഇൻപുട്ട് പ്രോസസ് ചെയ്തിട്ട് ഹിഡൻ ലെയറിലും ഹിഡൻ ലെയറിനെ പ്രോസസ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് പോകും. അങ്ങനെയാണ് എന്ത് ഒരു ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് ഫേസ് ഓഫ് MLP നോക്കുകയാണെങ്കിൽ, ഫോർവേഡ് പ്രൊപ്പഗേഷൻ ഉണ്ട്, എറർ ആയിട്ടുള്ള ബാക്ക് പ്രൊപ്പഗേഷൻ ഉണ്ട്, പിന്നെ വെയിറ്റ് അപ്ഡേഷൻ ഉണ്ട്. അതായത് 3 മെയിൻ ഫേസ് ആണുള്ളത്. ഒന്ന് ഫോർവേഡ് പ്രൊപ്പഗേഷൻ, error back propagation, and weight ablation. Forward propagation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ calculates outputs of each neuron layer by layer. അതായത് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഓരോ ന്യൂറോണിന്റെയും ഓരോ ന്യൂറോൺ ലെയറിന്റെയും ഔട്ട്പുട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ കമ്പ്യൂട്ട് ദ എറർ ബിറ്റ്വീൻ ടാർഗറ്റ് ആൻഡ് പ്രൊഡിക്റ്റഡ് ഔട്ട്പുട്ട്. അതായത് നമ്മളെ എറർ കണ്ടുപിടിക്കാറുള്ള സംഭവം, ആ സംഭവം കണ്ടുപിടിക്കും. അതേപോലെ തന്നെ എറർ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. അഡ്ജസ്റ്റ് വെയിറ്റ്സ് ആൻഡ് ബയാസ് യൂസിങ് ബിയറിംഗ് ഡിസൈൻ ടു മിനിമൈസ് ദ എറർ. അപ്പോൾ ഇതാണ് ഒരു ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഇൻപുട്ട് ലെയർ ഉണ്ടാവും. ഇൻപുട്ട് ലെയറിന് എല്ലാ ന്യൂറോൺസിനും കണക്ഷൻസ് ഉണ്ടാവും. അതായത് X1 ഹിഡൻ ലെയർ 1 ഉണ്ട്, ഹിഡൻ ലെയർ 2 ഉണ്ട്, ഹിഡൻ ലെയർ 3 ഉണ്ട്, ഹിഡൻ ലെയർ 4 ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഹിഡൻ ലെയേഴ്സ് ആണ്. ഇവിടെയാണ് ജസ്റ്റ് ഔട്ട്പുട്ടേക്ക് വരിക. അങ്ങനെ എന്തൊരു സ്ട്രക്ചർ ഓഫ് എ മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക് പറഞ്ഞു. ഈ ഫോർവേഡ് പ്രൊപ്പഗേഷൻ, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് നെറ്റ്വർക്കില് ഇൻപുട്ട് ലെയർ ഉണ്ട്, വൺ ഹിഡൻ ലെയർ ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ള X1 X2, അതേപോലെ ഔട്ട്പുട്ട് ലെയർ ഉണ്ട്, വൺ ന്യൂൺ Y. ബേസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഹിഡൻ ലെയർ WIJ എന്ന് പറയാം. അതായത് W11 ആണെങ്കിൽ, അതായത് ഇവിടെ X1 എന്ന് വെച്ചു. ഇതും നമ്മുടെ ഹിഡൻ ലെയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ, ഹിഡൻ ലെയർ H1 ആണ്, ഇത് H1, ഇത് X1. അപ്പോ WIJ, I എന്ന് പറയുമ്പോൾ എക്സിന്റെ നമ്പർ, J അതായത് I എന്ന് പറയുമ്പോൾ ഹിഡൻ ലെയർ, I എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ലെയറിന്റെ നമ്പർ, അതേപോലെ തന്നെ J എന്ന് പറയുമ്പോൾ ഹിഡൻ ലെയറിന്റെ നമ്പർ. സോ WIJ എന്ന് പറയുമ്പോൾ W11 ആണ് ഇവിടെ വരിക. അതായത് ഈ ഒരു സ്ട്രിങ് കണ്ടിട്ടില്ലേ, ഈ സ്ട്രിങ്ങില് W11 ആണ് വരിക. ഇവിടെ എന്താണ് വരിക, W1, ഇവിടെ രണ്ടാമത്തേതായതുകൊണ്ട് 2 വരും, അപ്പൊ W12. ഇവിടെ എന്താണ് വരിക, W13, ഇവിടെ 14, അങ്ങനെ വരും. സോ നമ്മളെങ്ങനെ ഹിഡൻ ലെയർക്ക് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സെഡ് ഇൻജ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. സെഡ് ഇൻജ എന്ന് പറയുമ്പോൾ W1, അതായത് WIJ XI, അതായത് X1, അതായത് WIJ XI എന്ന് പറയുമ്പോൾ W1J X1 പ്ലസ് W2J X2 പ്ലസ് ബയാസ് ഓഫ് H, അതായത് ബയാസ് ഓഫ് ഹിഡൻ ലെയർ ആണ്. അതായത് J എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ആ ഹിഡൻ ലെയറിന്റെ നമ്പർ ആണ് നമ്മൾ നോക്കുന്നത്. സോ ബയാസ് ഓഫ് ഹിഡൻ ലെയർ എന്താണ്, BH ആണ്. വെയിറ്റ്സ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലെയർ എന്താണ്, BJ. അതായത് വെയിറ്റ്സ് ബിറ്റ്വീൻ ഹിഡൻ ആൻഡ് ഔട്ട്പുട്ട് ആണ് B കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇൻപുട്ട് ഹിഡൻ തമ്മിലുള്ള വെയിറ്റ് ആണ് എന്ത്, W എന്ന് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരിച്ചാണ് ശരിക്കും കുറച്ചുകൂടി എളുപ്പം നോക്കുകയാണെങ്കിൽ. അതായത് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ലെയർ ഹിഡൻ ലെയർ നമ്മള് വെയിറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഹിഡൻ ലെയർ ഔട്ട്പുട്ട് ലെയർ നമ്മളുടെ വെയിറ്റ് ആണ് എന്ത്, WJ. നമുക്ക്
സ്പെസിഫൈ ചെയ്യാറ്. ഇതിലിങ്ങനെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് എങ്ങനെ പഠിച്ചാലും നമുക്ക് കുഴപ്പമില്ല, ലൈക്ക് സ്പെസിഫൈ ചെയ്താൽ മതി ഫസ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് സെഡിഞ്ചെ കാൽക്കുലേറ്റ് ചെയ്യുക. സെഡിഞ്ചെ W1 അതെന്ത് ഇത് നോക്കുകയാണെങ്കിൽ W11 ഇൻറ്റു X1 പ്ലസ് W12 ഇൻറ്റു X2, അതേപോലെ തന്നെ പ്ലസ് എന്താണ് ബൈ ടൈം, ഇങ്ങനെ ചെയ്ത് പോവുക. എന്നിട്ട് നമുക്കൊരു സെഡിഞ്ചർ ആക്ടിവേഷൻ കിട്ടി, സെഡിഞ്ചർ കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് അതിൽ നമുക്കൊരു ആക്ടിവേഷൻ ഫംഗ്ഷൻ, അതായത് സിഗ്മോഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ കൂടെ ഉപയോഗിക്കാറ്. അതായത് ബാക്ക് പ്രൊപ്പഗേഷനിൽ നമ്മൾ സിഗ്മോഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് സെഡിഞ്ചർ, സെഡിഞ്ചയുടെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സെഡ്ജയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് Z1 വാല്യൂ കൂടെ കിട്ടും, Z2 വാല്യൂ കൂടെ കിട്ടും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ഔട്ട്പുട്ട് ലെയർ ഇൻപുട്ട്, അതായത് y എന്ന് പറയുന്നത് അതായത് V1 X1 പ്ലസ് V2 X2 പ്ലസ് ബയാസ്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്ത ഫസ്റ്റ് എന്ത് ചെയ്ത ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് കമ്പ്യൂട്ട് ചെയ്തു, അതിനെ ആക്ടിവേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഇവിടെയുള്ള Z1ന്റെയും Z2ന്റെയും വാല്യൂസ് കിട്ടി നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തത് Z1 Z2 വാല്യൂസ് കിട്ടിയല്ലോ, ആ വാല്യൂസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു അടുത്തതായിട്ടുള്ള ഹിഡനും ഔട്ട്പുട്ട് നമ്മളുടെ വെയിറ്റ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് വൈൻ കിട്ടി. ആ വൈന് നമുക്ക് എന്ത് ചെയ്തു ആക്ടിവേഷൻ ഫംഗ്ഷൻ പാസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി ആയിട്ടുള്ള നമുക്ക് പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടി. അതാണ് എന്ത് ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്, നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആദ്യം നമ്മൾ ഇൻപുട്ടും ഹിഡനും നമ്മളുടെ വെയിറ്റ്സ് ഇനീഷ്യലൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇൻപുട്ടും ഹിഡനും നമ്മളുള്ള അതായത് ഹിഡൻ വാല്യൂസിലുള്ള ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഹിഡൻ വാല്യൂസിലുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിന്റെ ഇൻപുട്ട് ലെയറിന്റെ ഇൻപുട്ടും അതേപോലെ തന്നെ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പ്ലസ് ബയാസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിഡൻ ലെയറും നമ്മുടെ ഇൻപുട്ട് ലെയറും നമ്മളുള്ള കമ്പ്യൂട്ടേഷൻ കിട്ടും. അതിനെ ആക്ടിവേഷൻ ഫംഗ്ഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Z1 Z2 വാല്യൂസ് നമുക്ക് കിട്ടും. ആ Z1 Z2 വാല്യൂസ് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഒരു വൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കാൽക്കുലേറ്റ് ചെയ്യാം. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ലെയറും ഔട്ട്പുട്ട് ലെയറും നമ്മളുള്ള കമ്പ്യൂട്ടേഷൻ ആണ് പറയുന്നത്. ആൻഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ചെയ്യണോ വേണ്ടയോ നോക്കുന്ന സംഭവമാണ്. അതായത് T എന്ന് പറയുമ്പോൾ ടാർഗറ്റ് ആൻഡ് Y എന്ന് പറയുമ്പോൾ എന്താണ് പ്രെഡിക്റ്റഡ് ആക്ച്വൽ ഔട്ട്പുട്ട്, നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. അത് നമ്മളൊരു എറർ ടേം കൂടെ പാസ് ചെയ്യും. എറർ ടേം കൂടെ പാസ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു T മൈനസ് Y ഹോൾ സ്ക്വയർ ആണ്. കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് നമുക്ക് ബാക്ക് പ്രൊപ്പഗേഷൻ ഫേസ് വേണോ വേണ്ടയോ നമുക്ക് തീരുമാനിക്കാം. എപ്പോഴാണ് അതായത് ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് വാല്യൂം അതേപോലെ തന്നെ പ്രൊഡക്റ്റ് വാല്യൂ മാച്ച് അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം അതേതായിട്ടുള്ള എറർ കാൽക്കുലേഷൻ നമുക്ക് വെയിറ്റ് അപ്ഡേഷൻ നമുക്ക് ചെയ്യേണ്ടതാണ്. ആൻഡ് കമ്പ്യൂട്ട് ദി ഗ്രേഡിയന്റ് ഓഫ് ദി എറർ വിത്ത് റെസ്പെക്ട് ടു ഈച്ച്, അതായത് ഡെൽറ്റ ഔട്ട്പുട്ട് T മൈനസ് Y ഇൻറ്റു F ഡാഷ് ഓഫ് Y. ഈ F ഡാഷ് ഓഫ് X എന്ന് പറയുന്നത് എന്താണ് F ഡാഷ് ഓഫ് X ഈക്വൽ ടു നമ്മൾ സിഗ്മോഡ് ആക്ടിവേഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ. F ഡാഷ് ഓഫ് X ഈക്വൽ ടു F ഓഫ് X ഇൻറ്റു 1 മൈനസ് F ഓഫ് X. അതാണ് ഈ സംഭവം. നമുക്ക് T മൈനസ് Y ഇൻറ്റു Y ഇൻറ്റു 1 മൈനസ് Y ആണ് നമ്മൾ കൊടുത്തത്, അതായത് F ഡാഷ് ഓഫ് Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഗ്രേഡിയന്റിന്റെ ഇക്വേഷൻ. ഇത് നമ്മൾ എന്ത് ചെയ്തു ഹിഡൻ ലെയറിലെ എറർ കണ്ടുപിടിച്ചാൽ ഹിഡൻ ലെയറിലെ എറർ കണ്ടുപിടിക്കാൻ എന്ത് വേണം F ഡാഷ് ഓഫ് Z ഇൻറ്റു സിഗ്മ ഡെൽറ്റ, അതായത് ഡെൽറ്റ ഔട്ട്പുട്ട് ഓഫ് K VJK. ഇത് VJK എന്ന് പറയുമ്പോൾ J എന്ന് പറയുമ്പോൾ ഹിഡനും അതേപോലെ തന്നെ ഔട്ട്പുട്ട് നമ്മളുള്ള ലെയറിനാണ് VJK എന്ന് പറയുന്നത്. അതായത് J എന്ന് പറയുമ്പോൾ ഹിഡൻ ലെയർ, K എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ലെയറിലുള്ള ഐറ്ററേഷൻസ് ആണ് നമ്മൾ കാണിക്കാം. സോ സിഗ്മ ഐറ്ററേഷൻ ഫംഗ്ഷൻ F ഡാഷ് ഓഫ് Z എന്ന് പറയുമ്പോൾ എന്താണ് ZJ ഇൻറ്റു 1 മൈനസ് ZJ. അപ്പോൾ എന്താണ് ഇവിടെ F ഡാഷ് ഓഫ് Z എന്ന് പറയുന്ന സമയത്ത് ZJ ഇൻറ്റു 1 മൈനസ് ZJ എന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് വെയിറ്റ് അപ്ഡേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ സെയിം ഫോർമുല ഉണ്ടാവുമല്ലോ. ഇത് VJK ന്യൂ എന്ന് പറയുന്നത് VJK ഓൾഡ് പ്ലസ് ഈറ്റ ഇൻറ്റു എറർ ഇൻറ്റു ആ ഏതാണോ നമ്മുടെ ഇൻപുട്ട് ആ ഇൻപുട്ട്. അതേപോലെ തന്നെ ഫോർ വെയിറ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ഹിഡൻ ലെയർ നോക്കുകയാണെങ്കിൽ WIJ ന്യൂ എന്ന് പറയുന്നത് WIJ ഓൾഡ് പ്ലസ് ഈറ്റ അതായത് എറർ ഇൻറ്റു എക്സ് അതായത് XI ഏതാണോ നമ്മൾ മാറ്റുന്നത് ആ സംഭവം.
ബയസ് അപ്ഡേറ്റ്സ് സെയിം സാധനം പോലെ തന്നെ ഈറ്റ എറർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈറ്റ ഔട്ട്പുട്ടിന്റെ എറർ, അതേപോലെ തന്നെ ഈറ്റ എറർ ഹിഡന്റെ. എങ്ങനെയാണ് ജസ്റ്റ് എന്ത് ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ നമുക്ക് ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്കൊരു വർക്ക് എക്സാമ്പിൾ ഉണ്ട്, ബട്ട് കുറച്ച് ലെങ്തി ആയിട്ട് പോകുന്നുണ്ട്, നമുക്ക് അടുത്ത വീഡിയോ എടുക്കാവുന്നതാണ്. അതിന് ബേസിക്സ് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡാറ്റ എടുക്കുന്നു, അതേപോലെ തന്നെ ഫോർവേഡ് പ്രൊപ്പഗേഷൻ ചെയ്യണം. ഫോർവേഡ് പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് നമ്മൾ എറർ കാൽക്കുലേഷൻ ചെയ്യണം. എറർ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണം. ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു 2-3 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനാണ്. അതായത് വെയിറ്റ്സ് നമ്മൾ ശരിക്കും പറഞ്ഞ ബാക്ക് പ്രൊപ്പഗേഷന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്കൊരു എറർ ഫ്രീ, അതായത് എറർ നമുക്ക് കുറയ്ക്കുകയാണ് നമുക്ക് വേണ്ട. അതായത് ഓരോ എപ്പോക്ക് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് നോക്കുമ്പോൾ ആ എറർ നമുക്ക് കുറയണം. അതായത് ടാർഗറ്റിനോട് ക്ലോസ് ആയിട്ടുള്ള ഇൻപുട്ട് വേണം നമുക്ക് കിട്ടാൻ. ഒരു ഫ്ലോ ചാർട്ട് ഓഫ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇതൊരു മെയിൻ സംഭവം കേട്ടോ ഈ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ടിൽ തന്നെ മാത്രമേ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാവുന്നതാണ്. നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു, ഇനീഷ്യലൈസ് വെയിറ്റ് വാല്യൂസ്, അതായത് ലേണിംഗ് റേറ്റ് ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ ഫോർ ഈച്ച് ട്രെയിനിങ് പെയർ നമ്മൾ ഫീഡ് ഫോർവേഡ് ഫേസ് ബിഗിൻസ്, കാൽക്കുലേറ്റ് ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ന്യൂറോൺസ് ഇൻ ദ ഹിഡൻ ലെയർ ആൻഡ് സെലക്ട് ദ സെയിം ആസ് ദ ഇൻപുട്ട് ഇൻ ടു നെക്സ്റ്റ് ലെയർ. അതായത് നമ്മൾ ആദ്യം ഹിഡൻ ലെയറിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിച്ചു, ആ ഔട്ട്പുട്ട് ആണ് നമ്മൾ എന്ത് ചെയ്ത അടുത്ത ഔട്ട്പുട്ട് ലെയർക്കുള്ള ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുക. എന്നിട്ട് കാൽക്കുലേറ്റ് ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ന്യൂറോൺസിന്റെ ഔട്ട്പുട്ട് ലെയർ. നമുക്ക് ഇവിടെ എന്ത് ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്, ഫീഡ് ഫോർവേഡ് ഫേസ് ഇവിടെ കഴിഞ്ഞു. ഫീഡ് ഫോർവേഡ് ഫേസ് കഴിഞ്ഞാൽ എന്താണ് ബാക്ക് പ്രൊപ്പഗേഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്ക് പ്രൊപ്പഗേഷൻ ഫേസ് എങ്ങനെയാണ്, കാൽക്കുലേറ്റ് എറർ അറ്റ് ഔട്ട്പുട്ട് ലെയർ ആൻഡ് സെൻഡ് ദിസ് എറർ ബാക്ക് ടു ഹിഡൻ ലെയർ. അതായത് എറർ കാൽക്കുലേറ്റ് ചെയ്തു, എറർ കാൽക്കുലേറ്റ് ചെയ്ത് എന്താണ് സെൻഡ് ദിസ് എറർ ബാക്ക് ടു ദ ഹിഡൻ ലെയർ. ഹിഡൻ ലെയർക്ക് വീണ്ടും വെച്ചു, കാരണം എന്താണ് ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പറയും. അതായത് ഫോർവേഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഹിഡൻ ഔട്ട്പുട്ട് അങ്ങനെ പോകും. ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ടിൽ നിന്ന് ഹിഡനിലേക്ക് പോകും, ഹിഡനിന്ന് ഇൻപുട്ട് ചെയ്യും. ആ വെയിറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഒരു ഫീഡ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്താ ഒരു എപ്പോക്ക് തരുന്നുള്ളൂ. സോ കാൽക്കുലേറ്റ് എറർ അറ്റ് ഹിഡൻ ലെയർ, എറർ ഈസ് നോട്ട് പ്രൊപ്പഗേറ്റഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ലെയർ. അതായത് നമ്മൾ ഹിഡൻ ലെയറുള്ള എറർ കാൽക്കുലേറ്റ് ചെയ്ത് എറർ ഈസ് നോട്ട് പ്രൊപ്പഗേറ്റഡ് ബാക്ക് ടു ദ ഹിഡൻ ലെയർ, ഇൻപുട്ട് ലെയർ. ഇൻപുട്ട് ലെയർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണല്ലോ പറയാം. ആൻഡ് വെയിറ്റ് അപ്ഡേഷൻ ഫേസ് എന്താണ്, അപ്ഡേറ്റ് വെയിറ്റ്സ് ബിറ്റ്വീൻ ഹിഡൻ ആൻഡ് ഔട്ട്പുട്ട് ലെയർ ആൻഡ് അപ്ഡേറ്റ് വെയിറ്റ്സ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഹിഡൻ ലെയർ. അതായത് രണ്ട് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് ഷോപ്പിംഗ് കണ്ടീഷൻ മാച്ച് ചെയ്യുമ്പോൾ നോക്കുക. എന്താണ് ഷോപ്പിംഗ് കണ്ടീഷൻ പോലെ എന്തായിരുന്നു, ടാർഗറ്റ് നമ്മളെ പ്രെഡിക്റ്റർ വാല്യൂആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ നോക്കുക. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വീണ്ടും ഈ സ്ട്രെയിനിങ് പെയറിന് നമ്മൾ ഫീഡ് ഫോർവേഡ് ഫേസ് ഒന്നുകൂടി ഒരു എപ്പോക്ക് കൂടി നമ്മൾ ചെയ്യുന്നു. അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്താണ്, എഫിഷ്യന്റ് ആൻഡ് ഈസി ടു ഇംപ്ലിമെന്റ് ഫോർ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. and works for any differentiable activation functions and capable of learning complex nonlinear mappings and forms the backbone of deep learning networks. Limitations of back propagation നോക്കുകയാണെങ്കിൽ എന്താണ്, require differentiable activation functions may converge local minima sensitive to learning rate and initial weights and computationally expensive for very deep networks. സോ നമുക്കൊരു ക്ലാസ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതോടെ നമുക്ക് ഒരു മൊഡ്യൂൾ ചെയ്യുടെ എന്തായി. ലൈക്ക് ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ക്ലാസിഫിക്കേഷൻ മെട്രിക്സ്, ഏത് ക്രിസ്ത്യൻ റിക്കോൾ F1 ROCS ആണല്ലോ. അതേപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പിംഗ് ആൻഡ് കോസ്റ്റ് വാലിഡേഷൻ ഇതാണ് സെക്കൻഡ് ടോപ്പിക് മെയിൻ ആയിട്ട് പഠിച്ചത്. ആൻഡ് പെർസെപ്ട്രോൺ മോഡൽ പഠിച്ചു. അതേപോലെ തന്നെ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആൻഡ് ലാസ്റ്റ്ലി മൾട്ടി-ലെയർ ഫീഡ് ഫോർവേഡ് നെറ്റ്വർക്ക്സ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻ. സോ ഇതിൽ നമുക്ക് ഈ തേർഡ് മോഡ്യൂളിൽ നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാർക്കിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു നമ്മുടെ കൺഫ്യൂഷൻ മെട്രിക്സ് തന്നിട്ട് അതിലുള്ള ക്രിസ്ത്യൻ റീകോള് ആക്യുറസി ഒക്കെ കണ്ടുപിടിക്കാനാവും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ക്രോസ് വാലിഡേഷൻ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, K4 ക്രോസ് വാലിഡേഷൻ, D1 ക്രോസ് വാലിഡേഷൻ, അതൊക്കെ ഡിഫറൻസ് വയ്ക്കും. പിന്നെ ഒരു 8 മാർക്സ് അതായത് 40 മാർക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്നെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം, അതായത് ക്ലാസിഫിക്കേഷൻ മെട്രിക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലം വയ്ക്കും, അതൊരു 5 മാർക്സും. അതേപോലെ തന്നെ ഏതൊരു ആക്ടിവേഷൻ ഫംഗ്ഷൻ 4 ഡിഫൈൻ ചെയ്യാനോ, അതേപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ 4 ആക്ടിവേഷൻ ഫംഗ്ഷൻസിനോ, അതേപോലെ തന്നെ ഒരു പെർസെപ്ട്രോൺ മോഡൽ ഡിസൈൻ ചെയ്യാനൊക്കെ പറയും. സോ അങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് കൂടുതൽ ചെയ്യാന്നാണ്. ജസ്റ്റ് നിങ്ങൾ ഈ സംഭവങ്ങൾ ഈ 5 ടോപ്പിക്സ് മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി ഇതിൽ. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്ക് പ്രൊപ്പഗേഷന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ.